നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറാണ്. അപ്പോൾ മേടത്തിൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് മേടത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമാണുള്ളത്. അതേപോലെ ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. സഹായസ്ഥാനത്ത് ബുധൻ നിപുണായോഗം ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ തന്നെ ശുക്രൻ്റെ യോഗമുണ്ട്. 12-ാം തീയതി വരെ ഇടവത്തിലും സ്വക്ഷേത്രത്തിലും, അതിനുശേഷം മിഥുനൻ രാശിയിൽ ബുധനോട് യോഗം ചെയ്തിട്ടുമാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. കാരണം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നത് കാരണം സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേഷ് വിജയി നൃപവല്ലവശ. അതായത് രുചകായോഗത്തിൻ്റെ ഫലം പറയുന്നത് ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും യുദ്ധം ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയും സാമ്പത്തികമായ നല്ല നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുകയും രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് എന്ന് വേണം പറയാനായിട്ട്. സർവാഭിഷ്ടസ്ഥാനത്താണ് കർമാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൽ നല്ല നേട്ടങ്ങൾ, ഉയർച്ച, അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. നിപുണായോഗമുണ്ട്. നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് തന്നെ തന്ത്രപരമായ നല്ല സംസാരങ്ങൾ കൊണ്ട് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ബുധശുക്ര യോഗമുണ്ട്. അപ്പോൾ കലാപരമായ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടും പൂർവ്വജന്മത്തിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ 12ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായ ചെലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ളൊരു മാസമാണ്. മാത്രമല്ല ശത്രുസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും ശത്രുസ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് സഹായസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം, സംസാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് അപ്രിയമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ശത്രുദോഷത്തിൻ്റേതായ ചെറിയ ദുരിതം, ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് കലഹിക്കുക എന്നുള്ളതല്ല. നമുക്ക് അനുകൂലമായി വരേണ്ട ഘടകങ്ങൾ പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയിൽ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ചില സമയത്ത് പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രതിസന്ധികൾക്ക് യോഗമുണ്ട്. എന്തായാലും ബുധശുക്ര യോഗമുള്ളത് കാരണം കൊണ്ട് കലാപരമായ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല സഹായങ്ങൾ കിട്ടാനായിട്ടും യോഗമുണ്ട്. വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കും. അതിനോടൊപ്പം തന്നെ കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതിനോടൊപ്പം തന്നെ കർമാധിപതിക്ക് ബാധകാധിപത്യം എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം തൊഴിൽ മേഖലയിൽ കുറച്ച് ടെൻഷനോ പ്രതിസന്ധികളോ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ടൊക്കെയുള്ള സമയങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും മേജറായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ മറ്റെല്ലാ മാസങ്ങളേക്കാൾ കുറച്ചും കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനും സാമ്പത്തികമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനും യോഗമുള്ള ഒരു മാസമായിട്ട് വേണം കരുതാനായിട്ട്. എല്ലാ രീതിയിലും ഉള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടോ ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടോ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കും അതുപോലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് നിയമം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെയാണ് ഈ മാസത്തിൽ യോഗമുള്ളത്. എന്നാലും നല്ല പ്രാർത്ഥനയും ക്ഷേത്രദർശനമൊക്കെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.